10th കഴിഞ്ഞ് റിസൾട്ടിന് ശേഷമാണ് ഊമപ്പെണ്ണിനുരിയാട പയ്യനിലേക്ക് വിനയൻ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സിനിമയിലേക്ക് എത്തുന്നത് ആ സമയത്താണ്. അപ്പോൾ 10th കഴിഞ്ഞ് റിസൾട്ട് വന്നു. +1 ജോയിൻ ചെയ്യുന്ന സമയത്തൊന്നും ആർക്കും അറിയില്ല ഞാനിങ്ങനെ ഒരു സിനിമ ചെയ്യാം, ആരോടും പറഞ്ഞില്ല, വളരെ സൈലൻ്റാക്കി. പെരുമ്പാവൂർ ആശ്രമം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മാഗസീനിൽ വന്നു ഊമപ്പെണ്ണിനുരിയാട പയ്യൻ എന്ന് പറയുന്ന പടത്തിൻ്റെ പൂജയുടെ സ്റ്റിൽസ് മാഗസീനിൽ വന്നപ്പോഴാണ് +1 പഠിക്കുമ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും അറിഞ്ഞു. അവരെല്ലാവരും അന്നൊരു ആഘോഷമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ഭയങ്കര രസകരമായിരുന്നു. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അങ്ങനെ ഇങ്ങനെ. എനിക്ക് ഓർമ്മയിൽ വരുന്ന സ്കൂൾ ഡേയ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പെട്ടെന്ന് +2 ഓർമ്മയിൽ വരുന്നൊരു കാര്യം അതാണ്. അവരെല്ലാവരും വളരെ എന്നെ വിഷ് ചെയ്തു, നന്ന പറയാതിരുന്നതിലുള്ള പരിഭവമായിരുന്നു. ആസ് എ ഹീറോയിൻ എൻ്റെ ഫസ്റ്റ് മൂവി ശരിക്കും പറഞ്ഞാൽ വെള്ളി നക്ഷത്രമാണ്, വിനയൻ സാറിൻ്റെ പടം. അത് ഞാനിതുപോലെ സാർ എന്നെ വിളിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറിൻ്റെ പടങ്ങൾ 4-5 പടങ്ങൾ കഴിഞ്ഞതിന് ശേഷം സാറിങ്ങനെ ചോദിച്ചു, വെള്ളി നക്ഷത്രം എന്ന് പറയുന്നൊരു പടമാണ്, പൃഥ്വിരാജാണ് ഹീറോ. അപ്പോൾ ഞാൻ ചോദിച്ചു, പൃഥ്വിരാജിൻ്റെ സിസ്റ്ററാണോ സാർ, സിസ്റ്റർ ക്യാരക്ടറാണോ? അപ്പോൾ സാർ പറഞ്ഞു, അല്ല, ഒരിക്കലും അല്ല, ഇങ്ങനൊരു പൃഥ്വിരാജിൻ്റെ നായികയാണ്, അതിഗംഭീരമായൊരു സോങ് ഉണ്ട് അതിൽ, അതാണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. പൈനാപ്പിൾ പെണ്ണേ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഹിറ്റാണെന്ന് തോന്നുന്നു എനിക്ക് ആ പാട്ട്. ആ സോങ് ഉണ്ട്, വളരെ ഫാസ്റ്റ് സോങ്ങാണ്. സോങ് നന്നായിട്ട് ചെയ്യണം. സീൻസ് ഒന്നും പടത്തിൽ മുഴുനീളം ഒരു ക്യാരക്ടർ അല്ല, ബട്ട് സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഹീറോയിനായിട്ട് എനിക്കൊരു പ്രൊമോഷൻ തന്നു വിനയൻസ്. അതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു അന്യർ എന്ന് പറഞ്ഞിട്ട് ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ പടം. അതിൽ ഒരു സോങ് ഇതുപോലെ ലാലേട്ടൻ്റെ സിദ്ദിഖ് ലാലേട്ടൻ്റെ ഹീറോയിനായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തു. പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് വെള്ളി നക്ഷത്രമാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആ പടം 100 ദിവസം ഓടി, 100 ദിവസത്തിൽ മേലെ ആ ഫിലിം ഓടി എന്നുള്ളതാണ്. നല്ലൊരു സിനിമയായിരുന്നു.